നാലാമത്തെ ഗുണം അല്ലാഹു പറയുകയാണ്, വസ്വാദിഖീന വസ്വാദിഖാത്ത്, വസ്വാദിഖീന വസ്വാദിഖാത്ത്, അവർ സത്യസന്ധരായിരിക്കും. ഖുർആൻ പറഞ്ഞ ആൺകുട്ടികളുടെ വിശേഷണം, അവർ സത്യസന്ധരായിരിക്കും. ആണാവട്ടെ പെണ്ണാവട്ടെ സത്യസന്ധരായിരിക്കും. സത്യസന്ധത എന്നുള്ളത് ജീവിതത്തിൽ ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. സത്യസന്ധതയോടുകൂടി ജീവിക്കണം. വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും കച്ചവടങ്ങളിലാണെങ്കിലും ഏതേതു മേഖലകളും മനുഷ്യന് ബന്ധപ്പെടട്ടെ, അവിടെയെല്ലാം സത്യസന്ധതയുണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാ, അലൈക്കും ബിസ്സുദ്ഖി, സത്യസന്ധതയെ നിങ്ങൾ മുറുകെ പിടിക്കണം. സത്യസന്ധതയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ മാറ്റണം. തീർച്ചയായിട്ടും സത്യസന്ധത മനുഷ്യനെ നന്മയിലേക്ക് ചേർക്കുന്നതാ. നന്മ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ചേർക്കും. കളവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. കളവ് മനുഷ്യനെ തെമ്മാടിത്തരത്തിലേക്ക് എത്തിക്കുന്നതാ. തെമ്മാടിത്തരം മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യസന്ധത ജീവിതത്തിൽ ഉണ്ടാവണം, വാക്കിലുണ്ടാവണം, സംസാരത്തിലുണ്ടാവണം, എല്ലാ മേഖലകളിലും ഉണ്ടാവണം. മുൻഗാമികൾ സത്യസന്ധതയോടെ ജീവിച്ചു, അവരെ പോലെ നാം ജീവിക്കണം. ആധുനിക യുഗത്തിലെ യുവതി യുവാക്കൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ, ആധുനിക യുഗത്തിലെ സ്ത്രീ പുരുഷന്മാർ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ, ഇന്ന് സത്യസന്ധതയില്ലാത്ത ലോകമല്ലേ? വാക്കിൽ ഇന്ന് സത്യസന്ധതയുണ്ടോ? കച്ചവടത്തിൽ ഇന്ന് സത്യസന്ധതയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 18ഓളം വയസ്സ് പ്രായമാകുമ്പോ ബഗ്ദാദിലേക്ക് ഉപരിപഠനാർത്ഥം പോകാൻ ഉദ്ദേശിക്കുമ്പോ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ 40 സ്വർണ്ണ നാണയം മുഹിയുദ്ദീൻ ശൈഖിനെ ഏൽപ്പിച്ചുകൊണ്ട് ചില വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയാ, നിർദ്ദേശങ്ങൾ നൽകുകയാ. ഒന്നാമത് പറഞ്ഞ ഉപദേശം എന്താണെന്നറിയോ? എത്ര വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും, എത്ര വലിയ പരീക്ഷണങ്ങൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നാലും, പൊന്നുമോനെ പൊന്നുമോനെ, കള്ളം പറയരുത്, കള്ളം പറയല്ല മോനെ. സത്യസന്ധത നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു കച്ചവട സംഘത്തോടൊപ്പം ബഗ്ദാദിലേക്ക് പോവുകയാ. ഇടയ്ക്ക് വെച്ച് കച്ചവട സംഘത്തെ കൊള്ളക്കാർ ആക്രമിക്കുകയാ. കച്ചവട സംഘത്തിന്റെ ധനമെല്ലാം പിടിച്ചു വാങ്ങുകയാ. 18 വയസ്സായ ചെറുപ്പക്കാരനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കച്ചവട കൊള്ളക്കാര് ചോദിക്കുകയാ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് വെറുതെ ചോദിച്ചതാ. 18 വയസ്സായ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടാവാനാ? വെറുതെ അവര് ചോദിച്ചു. കൊള്ളസംഘം, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. 40 സ്വർണ്ണ നാണയം എന്റെ കയ്യിലുണ്ട്. അവർ പരിശോധിക്കുമ്പോ ശരിയാണ് 40 സ്വർണ്ണ നാണയം. അവർ അത്ഭുതപ്പെട്ടു പോയി. കൊള്ളസംഘത്തിന്റെ നേതാവ് ചോദിക്കുകയാ, പൊന്നുമോനെ പൊന്നുമോനെ, നിനക്ക് കള്ളം പറഞ്ഞുകൂടായിരുന്നോ? നിന്നെ ഞങ്ങളെ സംശയിക്കില്ലായിരുന്നല്ലോ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു, സഹോദരങ്ങളെ, റബീഉൽ ആഖിർ മാസമല്ലേ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ത്യാഗോജ്ജലമായ സ്മരണകളെ വറക്കുന്ന മാസമല്ലേ? പഠിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലയോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മ ബഗ്ദാദിലേക്ക് പോവാൻ നേരത്ത്, ഉപരിപഠനാർത്ഥം ബഗ്ദാദിലേക്ക് പോവാൻ നേരത്ത് 40 സ്വർണ്ണ നാണയം എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമുണ്ട്. പൊന്നുമോനെ, സത്യം മാത്രമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞതാ, അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, ആ കൊള്ള സംഗമത പരിശുദ്ധമായ ഇസ്ലാമിക
ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിം ആവുകയാ. എത്രയോ പേരെയാണ് ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധമായ പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മുഹിയുദ്ദീൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ എന്താ? ദീനിനെ ജീവിപ്പിച്ചവനെന്നല്ലേ. ഇതുപോലത്തെ വാളിന്റെ സദസ്സുകൾ 1,00,000 പേരാ പങ്കെടുത്തത്. ബഗ്ദാദിൽ ഇതുപോലൊരു വാല് സംഘടിപ്പിച്ചപ്പോ 1,00,000 പേരാ പങ്കെടുത്തത്. കാഫിരീങ്ങളായ ജനതയാണ് പകുതി പേരും. 50,000-ഓളം വരുന്ന കാഫിരീങ്ങൾ ഒരൊറ്റ പ്രസംഗത്തിലൂടെ, ഒരൊറ്റ വാളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മഹാനവറുകൾ ഏറ്റവും വലിയ സത്യസന്ധനായിരുന്നു. വാക്കിൽ സത്യസന്ധത കാണിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വാക്കിൽ സത്യസന്ധത കാണിക്കണം, കച്ചവടത്തിൽ സത്യസന്ധത കാണിക്കണം. അത്താജിറു സദൂഖുൽ അമീൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ മഅൻ നബിയീൻ വസ്സുദ്ദീഖീൻ, നബിമാരോടൊപ്പവും സുദ്ദീഖീങ്ങളോടൊപ്പവും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധനായ കച്ചവടക്കാരൻ ആരുടെ കൂടെയാ സ്വർഗത്തില്? നബിമാരുടെ കൂടെ. 950ഓളം വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ അള്ളാഹുവിന്റെ മഹത്വം ഈ ലോകത്ത് പറഞ്ഞു നടന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ. അതുപോലത്തെ സിദ്ദീഖീങ്ങളോടൊപ്പമാണ് സത്യസന്ധനായ കച്ചവടക്കാരൻ സ്വർഗത്തിൽ കിടക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ പാടാ അങ്ങനെ ജീവിക്കാൻ, അല്ലേ? ഇന്ന് സത്യസന്ധ ജീവിതത്തിലുണ്ടോ? കച്ചവടത്തിലുണ്ടോ? എത്രയോ പറ്റിപ്പുകളാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും പറ്റിപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാരകമായ രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സത്യസന്ധതയില്ല, കച്ചവടത്തിൽ സത്യസന്ധതയുണ്ട്. സത്യസന്ധതയുള്ള കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചു,